വട്ടിയൂർക്കാവിൽ വന്നിട്ടുള്ള പുതിയ CA SHO ബിബിൻ എന്ന് പറയുന്ന വ്യക്തി വന്ന നാൾ മുതൽ RSS BJP സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെ വേട്ടയാടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ പള്ളിക്കുള്ളിൽ കയറിയ DYFIയുടെ മദ്യപിച്ച് എത്തിയ നേതാക്കൾ അവിടെ നിന്ന് വലിയ കല്ലുരുട്ടി ഈ പോലീസുകാരൻ്റെ തലയിലേക്ക് ഇട്ടതാണ്. കേരളത്തിലെ മിക്ക ചാനലുകളും കാണിച്ചിട്ടുള്ള ആ വിഷ്വലിലെല്ലാം ഈ വിറകഷ്ണം വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. രാജേഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനും ഈ CI വിപിനും കൂടെ ചേർന്ന് ശരീരം ആസകലം ലാത്തി കൊണ്ടടിച്ചു. എൻ്റെ തലയ്ക്കടിക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരു പ്രവർത്തകൻ പിടിക്കുമ്പോൾ പ്രവർത്തകൻ്റെ കൈ ഒടിഞ്ഞു തൂങ്ങി. ആ പരിക്ക് പറ്റിയ ഉടനെ തന്നെ പോലീസ് ഈ വിറകഷ്ണവും ലാത്തിയും ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ നിന്നിരുന്ന BJP പ്രവർത്തകരുടെ മർദ്ദിക്കുവാൻ തലയ്ക്കടിക്കുവാനും അവരെ അടിച്ചോടിക്കുവാനുമാണ് ഈ CAയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നെട്ടയത്തുള്ള മലമുകളിൽ CPM BJP പ്രവർത്തകർ തമ്മിലുള്ള ഒരു സംഘർഷം നടന്നിരുന്നു. ഈ സംഘർഷത്തിൽ BJP CPM പ്രവർത്തകർക്ക് ഉൾപ്പെടെ പരിക്ക് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ സാരമായ പരിക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു സംഘർഷം ഉടലെടുക്കാനുള്ള കാരണം എന്താണ്? ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ഇന്നലെ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്ന പൊതുപ്രവർത്തകർ തന്നെ. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വട്ടിയൂർക്കാവിൽ വന്നിട്ടുള്ള പുതിയ CA SHO ബിബിൻ എന്ന് പറയുന്ന വ്യക്തി വന്ന നാൾ മുതൽ RSS BJP സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെ വേട്ടയാടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. 2-3 സംഭവങ്ങൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്നലെ നടന്നിട്ടുള്ള മലമുകളിൽ നടന്നിട്ടുള്ള സംഘർഷം. മലമുകളിൽ വിനു എന്ന് പറയുന്ന BJPയുടെ പ്രവർത്തകൻ അയാളുടെ ഭാര്യയെ അവിടുത്തെ ഒരു CPM പ്രവർത്തകൻ നിരന്തരം അസഭ്യം പറയുകയും വസ്ത്രം ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവം പല ദിവസങ്ങളും നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ നമ്മൾ പരാതിയും കൊടുത്തിരുന്നു. വിനുവിൻ്റെ ഭാര്യ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തതിന് ശേഷം പരാതി കൊടുത്തതിൻ്റെ പേരിൽ വിനുവിന് അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഊരുവലക്കി. അവിടെ ആ ഭാഗത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPMകാരൻ CPM കോൺഗ്രസും CPM ഉണ്ട്. ഇവർ രണ്ടുപേരും ബന്ധുക്കളാണ്. അത് ആ ഒരു പള്ളിയിൽ തന്നെ പോകുന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് രണ്ടുപേരും. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തകർ ഇന്നലെ അവിടെ പോയി അവരുമായിട്ട് സംസാരിക്കുന്നത്. അവർ സംസാരിച്ച് ധാരണ എത്തുന്ന സമയത്ത് വിനു വരികയും ചെയ്തു. ആ സമയത്ത് വിനുവിനെ മർദ്ദിക്കുവാൻ അവർ തയ്യാറായി. അവിടെ വെച്ചിട്ട് വീണ്ടും ഇത് പോലീസ് അവിടെ വരികയും പോലീസ് നോക്കി നിൽക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ് CAയുടെ നേതൃത്വത്തിലുള്ള പോലീസ് നോക്കി നിൽക്കുകയും ആ ആരാധനാലയത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അവർ കല്ലും വിറകഷ്ണങ്ങളും പറക്കിയെറിയുന്നുണ്ട്. കേരളത്തിലെ മിക്ക ചാനലുകളും കാണിച്ചിട്ടുള്ള ആ വിഷ്വലിലെല്ലാം ഈ വിറകഷ്ണം വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇന്ന് രാവിലെ പോലും മിക്കവാറും എല്ലാ ചാനലിലും ഇത് തന്നെ കാണിച്ചിട്ടുണ്ട്. ആ വിറവ് കഷ്ണവും ലാത്തിയും ഉപയോഗിച്ചുകൊണ്ട് മുകളിൽ നിന്ന് DYFI കോൺഗ്രസ്സുകാർ പോലീസിനെ ആക്രമിക്കുകയും അതിലൊരു പോലീസുകാരൻ്റെ തലയ്ക്ക് പരിക്ക് പറ്റുകയും ചെയ്യുന്നുണ്ട്. ആ പരിക്ക് പറ്റിയ ഉടനെ തന്നെ പോലീസ് ഈ വിറകഷ്ണവും ലാത്തിയും ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ നിന്നിരുന്ന BJP പ്രവർത്തകരുടെ മർദ്ദിക്കുവാൻ തലയ്ക്കടിക്കുവാനും അവരെ അടിച്ചോടിക്കുവാനുമാണ് ഈ CAയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. നമ്മുടെ 4 പ്രവർത്തകർ ഹോസ്പിറ്റലിലാണ്. ഒരാളിൻ്റെ നില ഗുരുതരമാണ്. ഇത് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്തത്. ഏകപക്ഷീയമായ സമീപനം. പല പ്രാവശ്യങ്ങളും ഇതേപോലെ CAയുടെ നടപടി അവിടുത്തെ SI ആയിട്ടുള്ള അഭിജിത്തിൻ്റേത്, ഒരു പോലീസുകാരൻ രാജേഷ്, ഇവരൊക്കെ നിരന്തരം നമ്മുടെ പ്രവർത്തകർ എന്തിനെങ്കിലും അവിടെ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ വളരെ മോശമായി പെരുമാറുക, റോഡിലൊരു കാവി പേശ കൊടുത്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ എന്തിനിവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അസഭ്യങ്ങൾ വിളിക്കുക. അത് ഈ അഭിജിത്തിൻ്റെയും അവിടുത്തെ 1-2 പോലീസുകാരുടെയും സ്ഥിരം സമീപനമാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഈ ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ഈ അഭിജിത്തിന് കൂട്ടായിട്ടാണ് ഇപ്പോൾ CA പുതിയ വന്നിട്ടുള്ള SHOയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി നമ്മളവിടെ സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷനിലൊന്ന് സമാധാനപരമായി അവിടെ റോഡിൽ നമ്മുടെ പ്രവർത്തകരിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. നമ്മൾ ആ യോഗം പിരിഞ്ഞുപോയി. മുന്നേ തന്നെ ഇതുപോലെ വിഷയമുണ്ടായപ്പോൾ അന്ന് DCPയുടെ നിർദ്ദേശം അനുസരിച്ച് എന്ന് പറയപ്പെടുന്നു
കൺട്രോൾമെൻറ്റ് AC-യും സ്പെഷ്യൽ ബ്രാഞ്ച് AC രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ട് ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറായി. ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾ അവരുടെ മുന്നിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളിത് കമ്മീഷണറോട് പറയും, കമ്മീഷണറോട് പറഞ്ഞിട്ട് ഇവരെ നമുക്ക് നിലയ്ക്ക് നിർത്താനുള്ള ഒരു നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയതാണ്. തെരഞ്ഞെടുപ്പ് ദിവസം പോലും നമ്മുടെ ഒരു കൗൺസിലർ റോഡിൽ നിന്നിട്ട് ഈ അഭിജിത്ത് അയാളെ മർദ്ദിക്കാൻ തയ്യാറായി. പ്രത്യേകിച്ച് ഈ അഭിജിത്ത് ഈ വട്ടിയൂർക്കാവ് പ്രദേശത്ത് കുറച്ച് ടെൻഷനുള്ള സ്ഥലമാണ് മൂന്നാമൂട് എന്ന് പറയുന്ന സ്ഥലം. ഈ അഭിജിത്തിന് ഡ്യൂട്ടി കിട്ടതുപോലും അവിടെയാണ്. ഈ കുഴപ്പക്കാരനായിട്ടുള്ള സബ് ഇൻസ്പെക്ടറെ ഡ്യൂട്ടി കിട്ടത് മൂന്നാമൂട്ടിലാണ്. എത്രയോ സമാധാനപരമായ പോളിംഗ് സ്റ്റേഷനുകൾ ഇവിടെ ഉണ്ടായിരുന്നു. വട്ടിയൂർക്കാവ്, നെട്ടയം, കാച്ചാണി ഭാഗത്തൊക്കെ ഇടാമായിരുന്നു. അവിടെയൊന്നും ഇടാതെ ഇയാളെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് മൂന്നാമൂട്ടിൽ വെച്ചിട്ടാണ് ഇയാൾ നമ്മുടെ കൗൺസിലറെ പിടിച്ച് തള്ളുവാനും അയാളെ കഴുത്തിപ്പിടിക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ അഭിജിത്തും ഈ CAയും എന്ന് മുതലാണോ ഇവിടെ രണ്ടുപേരും കൂടെ ചേർന്നത് അന്ന് മുതൽ ഈ നാട്ടിൻ്റെ ക്രമസമാധാനം തകർക്കുന്ന സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അപ്പോൾ 2 AC-മാരും വന്ന് ഉറപ്പ് പറഞ്ഞിട്ടും നടപടി ഒന്നും ഉണ്ടാവാതെ ഇവർ യഥേഷ്ടം ഒരു RSSകാരെ മുകളിൽ ഒരു അക്രമം അഴിച്ചുവിട്ടുള്ള നടപടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പോലീസുകാർ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്? സ്വാഭാവികമായിട്ട് അവർക്കൊരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവാം. അത് അങ്ങനെ നമുക്ക് തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെട്ടയം ജംഗ്ഷൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് ഒരു ദിവസം 9:55 ആയപ്പോൾ നമ്മുടെ മൈക്കും അനൗൺസ്മെൻറ്റ് വാഹനം നെട്ടയം ജംഗ്ഷനിലുണ്ടായിരുന്നു. CPM-ൻ്റെയും ഉണ്ടായിരുന്നു, LDF-ൻ്റെയും ഉണ്ടായിരുന്നു. 9:55 ആയപ്പോൾ CA വന്നിട്ട് പറഞ്ഞു നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യണം. 9:55 ആയുള്ളൂ, 10 മണി വരെ മൈക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷനുണ്ട്. പക്ഷേ നമ്മുടെ പ്രവർത്തകർ മൈക്ക് ഓഫ് ചെയ്തു. ആ സമയത്തും LDF-ൻ്റെ വാഹനത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശബ്ദം ഉണ്ടായെന്ന് മാത്രമല്ല 10:10 ആയപ്പോഴാണ് LDF-ൻ്റെ സ്ഥാനാർത്ഥി സ്വീകരണം ഏറ്റുവാങ്ങാൻ നെട്ടയം ജംഗ്ഷനിൽ വരുന്നത്. ആ സ്ഥാനാർത്ഥി മൈക്കിൽ കൂടെ 10:10 സംസാരിക്കുകയാണ്. ഇപ്പോൾ CAയുടെ സാന്നിധ്യത്തിലാണ്. നമ്മുടെ പ്രവർത്തകർ സ്വാഭാവികമായിട്ടും മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് അവർ പോയി ചോദിച്ചു, സാറേ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓഫ് ചെയ്തു, ഇപ്പോൾ സമയം എത്രയായി, സാർ അത് ഓഫ് ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട് പറയും, എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളിനെ നമ്മുടെ നിയന്ത്രിക്കാൻ വേണ്ടി നിൽക്കുന്നു മറ്റൊരു. അതുകൊണ്ടാണ് ഈ CAയും ഇവരെല്ലാം രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കാനും മർദ്ദിക്കുവാനും കള്ളക്കേസിൽ കൊടുക്കുവാനും ഒക്കെ തയ്യാറാകുന്നു എന്നാണ് നമ്മുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടത്തി മാതൃകാപരമായ നടപടികൾ ഈ ഉദ്യോഗസ്ഥന്മാരെ മേൽ സ്വീകരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് സേനയ്ക്കും അഭിമാനകരമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ കുഴപ്പക്കാരെ വെച്ചുകൊണ്ട് പോയാൽ പോലീസിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ ഈ കാര്യങ്ങൾ DGPയുടെ മുമ്പിലും കമ്മീഷൻ ഓഫീസിലും ഒക്കെ ഇതുണ്ട്. കാരണം അന്ന് ഈ 2 വിഷയങ്ങൾ മുമ്പുണ്ടായപ്പോൾ കമ്മീഷൻ പറഞ്ഞിട്ടാണ് നമ്മൾ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ പോയത്. അതുകൊണ്ട് കമ്മീഷനും വിചാരിച്ചിട്ട് പോലും അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘവും പരിവാർ പ്രസ്ഥാനങ്ങളും കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിക്കുവാനും കമ്മീഷനെ കാണുവാനും DGPക്കും അതിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും പരാതി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ BJP പ്രവർത്തകർക്കെതിരെ എന്തെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? BJP പ്രവർത്തകർക്കെതിരെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കേസെടുത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തകർ 4 പേര് വളരെ ഗുരുതരമായി പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കേസുകൾ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് കൂടുന്നത്. സംഘപരിവാർ ഒരുമിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇന്നലെ വന്ന ദൃശ്യങ്ങളിൽ ഈ പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന ഒരു സംഭവം ആ ദൃശ്യങ്ങളിലുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ ദൃസാക്ഷിയാണ്. ഈ സംഭവത്തിൽ ഞാൻ ദൃസാക്ഷിയാണ്. പോലീസുകാരന് പരിക്ക് പറ്റുന്നത് ഈ വിപിൻ എന്ന് പറയുന്ന CI അവിടെ എത്തിയതിന് ശേഷമാണ് ഈ മാരകമായിട്ടുള്ള ലാത്തി ചാർജ് ഉണ്ടാകുന്നത്. ഈ ലാത്തി ചാർജിനിടയിൽ 3 DYFIക്കാരെ മദ്യപിച്ച് മതോന്മത്തരായിട്ടുള്ള 3 DYFIക്കാരെ ഈ മലമുകളെന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിക്കുള്ളിലേക്ക് അയാളുടെ നേതൃത്വത്തിൽ തന്നെ ഉള്ളിലേക്ക് കയറ്റിവിട്ടു. പള്ളിക്ക് മേളിൽ, അതായത് താഴെ റോഡും മേളിൽ പള്ളിയാണ്. ആ പള്ളിക്കുള്ളിൽ കയറിയ DYFIയുടെ മദ്യപിച്ച് എത്തിയ നേതാക്കൾ അവിടെ നിന്ന് വലിയ കല്ലുരുട്ടി ഈ പോലീസുകാരൻ്റെ തലയിലേക്ക് ഇട്ടതാണ്. ഇതിന് ദൃസാക്ഷിയാണ് വിപിന്, അതിന് ദൃസാക്ഷിയാണ് ഞാൻ ആ പ്രദേശത്ത് ഈ പരിപാടി തുടങ്ങുന്ന സമയം മുതൽ അവസാനിക്കുന്നത് വരെ
എന്നെ വളരെ മൃഗീയമായിട്ട് മർദ്ദിച്ചിരുന്നു. എൻ്റെ ശരീരത്താകമാനം ലാത്തി കൊണ്ടുള്ള അടിയുടെ പാടാണ്. പക്ഷേ വളരെ ചെറിയ പ്രവർത്തകരാണ് അവിടെ പങ്കെടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അവർക്ക് അവരുടെ ശരീരത്തിൽ കൂടുതൽ അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ശരീരമാസകലം വട്ടിയൂർക്കാവ് പോലീസിലെ രാജേഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനും ഈ CI വിപിനും കൂടെ ചേർന്ന് ശരീരമാസകലം ലാത്തി കൊണ്ടടിച്ചു. എൻ്റെ തലയ്ക്കടിക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരു പ്രവർത്തകൻ പിടിക്കുമ്പോൾ പ്രവർത്തകൻ്റെ കൈ ഒടിഞ്ഞു തൂങ്ങി. ഇതെല്ലാം ദൃക്സാക്ഷിയായി നിന്ന ഒരാളാണ് ഞാൻ. ഇത് തീർച്ചയായിട്ടും ഈ CIയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഗൂഢമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇത് കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ സജി ചെറിയാൻ്റെ ബന്ധുവാണ് ഈ CI എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. ഈ വിപിൻ വന്നത് മുതൽ നമ്മുടെ സംഘത്തിൻ്റെ അടക്കമുള്ള സംസ്ഥാന അധികാരികളുടെ നേർക്ക് വളരെ ആസൂത്രിതമായിട്ടുള്ള ആക്രമണ ശ്രമം വന്നതിൻ്റെ അന്ന് തന്നെ നടത്തിയത് ഞങ്ങൾ ഇവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണറെയും അതുപോലെ തന്നെ പോലീസ് കമ്മീഷണറെയും നേരിട്ട് ബോധിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ പേരിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഈ BJP പ്രവർത്തകൻ്റെ ഭാര്യയ്ക്ക് നേരെ അസഭ്യവർഷം, നഗ്നതാ പ്രദർശനം എന്നിവയെല്ലാം തന്നെ ഈ ഒരു CPM പ്രവർത്തകൻ നടത്തുന്നു എന്ന് പറയുന്നു. ആരാണ് ഇയാൾ? സുനിൽ എന്നാണ് അയാളുടെ പേര്. അയാൾ CPM പ്രവർത്തകനല്ല, അയാൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവാണ്. ഈ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായിട്ടുള്ള സുനിലിന് വേണ്ടിയിട്ട് CPMകാർ ബോധപൂർവമായിട്ട് അവർ ഒത്തുചേർന്നതാണ്. അവിടെ കാലാകാലങ്ങളായിട്ട് അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളെ കബളിപ്പിച്ച് കയ്യിൽ വെച്ചിരുന്ന അവിടുത്തെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനങ്ങളെ ഭീതിപ്പെടുത്തി, ജനങ്ങളെ ഭീഷണിയിലാഴ്ത്തി ആ പ്രദേശത്തൊരു സംഘർഷം ഉണ്ടാക്കി അത് RSSൻ്റെയും BJPയുടെയും തലയിൽ കെട്ടിവെച്ച് RSSനും BJPക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യം മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവർ കോൺഗ്രസ്സുകാരും CPMകാരും ഒത്തുചേർന്നു. അവിടെ പഴനിയാവിള എന്ന് പറയുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്ഥലത്തുണ്ടായിരുന്നു. നെട്ടയ മുരളി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അവിടെ ഉണ്ടായിരുന്നു. ജിജു എസ് രാജ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അവിടെ ഉണ്ടായിരുന്നു. ഇവരാണ് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തവർ. പരസ്പരം നമ്മുടെ പ്രവർത്തകർ ഒരിക്കലും പരസ്പരം ഈ സംഘം തിരിഞ്ഞ് പാർട്ടി നേതൃത്വത്തിൽ തല്ലിയിട്ടേ ഇല്ല. പക്ഷേ നമ്മുടെ പ്രവർത്തകൻ ബിനു എന്ന് പറയുന്ന പ്രവർത്തകനെ ആ വീട് ഊരുവിലക്കാനായിട്ടുള്ള ശ്രമം തടസ്സപ്പെടുത്തിയ നമ്മുടെ പ്രവർത്തകരെ പോലീസിൻ്റെ നേതൃത്വത്തിൽ മൃഗീയമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു. എൻ്റെ കൂട്ടത്തിലുള്ള ഞാൻ മണ്ഡലം പ്രസിഡൻ്റാണ്. എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ജനറൽ സെക്രട്ടറിയാണ് മധുസൂദനൻ നായർ, മറ്റൊരു ജനറൽ സെക്രട്ടറി PM സന്തോഷാണ്. ഈ PM സന്തോഷിൻ്റെ തലയിൽ കീറിയ വിറക് എടുത്തടിച്ച് അയാൾ ഗുരുതരമായി പരിക്കുണ്ട്. അയാളുടെ ചെവി ഒരു സ്ഥലത്തെ അയാളുടെ കർണപടത്തിന് ബ്ലോക്കുണ്ട്. അയാളുടെ ചെവി ഒരു സ്ഥലം തകർന്ന അവസ്ഥയിലാണുള്ളത്. ഈ നഗ്നതാ പ്രദർശനം നടത്തി എന്ന് പറയുന്ന ആൾ, ഇദ്ദേഹം സ്ഥിരം പ്രശ്നക്കാരനാണോ? എങ്ങനെയാണ്? അയാൾ മദ്യപാനിയാണ്. ആ സ്ഥലത്തെ സ്ഥിരം പ്രശ്നക്കാരനാണ്. സ്ത്രീകളോടും ഇങ്ങനെ കാണിക്കാറുണ്ട്? തീർച്ചയായിട്ടും ആ പ്രദേശത്തെ ഒന്നിലധികം വീടുകളിൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആളാണ്. പലരും അയാളെ പേടിച്ച് കേസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നലെ ബിനുവിൻ്റെ ഭാര്യ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി കേസ് കൊടുത്തതാണ്. ഇപ്പോഴും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി അവർ കേസ് കൊടുക്കാതെ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവരെ വീട്ടിൽ പോലീസ് നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവർ ഉറച്ച സ്റ്റാൻഡിലാണ്. അവർ കണ്ട ദൃശ്യങ്ങൾ പറയാൻ അവർ തയ്യാറാണ്. എന്തായാലും ഈ പരാതി കൊടുത്ത സംഭവം തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിന്, ഗുരുതരമായ പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും മറ്റ് വിഷയങ്ങളൊന്നും ഒന്നുമില്ല, വേറെ വിഷയങ്ങളൊന്നുമില്ല. അവിടെ സമാധാനപരമായി ജീവിക്കുന്ന ആൾക്കാരാണ്. ആ പ്രദേശത്ത് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അന്നന്ന് ഉപജീവനത്തിന് പോയി മടങ്ങിയെത്തുന്ന ആൾക്കാരാണ് ആ പ്രദേശത്തിൻ്റെ ഒരു സൗന്ദര്യവും. പക്ഷേ അതിനെ വിലങ്ങുതടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അത് BJPക്ക് അനുകൂലമാകുന്നു എന്ന് കാണുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതാണ് ഇപ്പോഴത്തെ സംഭവത്തിന് പിന്നിൽ. പോലീസുകാർ ഇന്നലെ വലിയ രീതിയിലുള്ള ലാത്തി ചാർജാണ് നടത്തിയത്. BJP പ്രവർത്തകർക്ക് ഉൾപ്പെടെ പരിക്ക് ഏറ്റിരിക്കുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ തയ്യാറാകുകയാണ്. എന്താണ് തീരുമാനം? തീർച്ചയായിട്ടും ഞങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഈ CA ആയിട്ട് ബന്ധപ്പെട്ട് ഈ പോലീസിൻ്റെ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് 3 തവണ ഞങ്ങൾ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ 3 തവണയും ഡെപ്യൂട്ടി കമ്മീഷണറും നമ്മളെ അസിസ്റ്റൻറ്റ് കമ്മീഷണറും അടക്കമുള്ളവർ നമ്മളുടെ അടുത്ത് നേരിട്ടെത്തി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് നമ്മളടുത്ത് ഉറപ്പ് തന്നിരുന്നു. പക്ഷേ ഈ നാളിതുവരെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം വരെ അതിന് യാതൊരു പരിഹാരം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റിൽ ഈ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ
ഈ പോലീസ് മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ്. അത് RSSൻ്റെയും BJPയുടെയും വളർച്ചയ്ക്ക് തടയിടാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും ഈ ഒരു സംഘർഷം രാഷ്ട്രീയ സംഘർഷമല്ല എന്നുള്ള വാദമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിൽ CPM പ്രവർത്തകനായ യുവാവിനെ കള്ളക്കേസിൽപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നും യുവാവിനെ BJP പ്രവർത്തകർ സംഘം ചേർന്ന് ആക്രമിച്ചതിൽ നാട്ടുകാർ ഇടപെടുകയായിരുന്നു എന്നുമാണ് പ്രദേശവാസികൾ നൽകുന്ന റിപ്പോർട്ട്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.